മോഹിനിയാട്ടം അതിഗംഭീര സിനിമയാണ്. ഞാൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കണ്ട സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം നല്ല രസമുണ്ട്. ഭരതനാട്യം തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, അത് OTT കണ്ടു. പക്ഷെ നൈസ് പടമാണ്. അതിഗംഭീര പടമൊന്നുമില്ലെങ്കിൽ നൈസ് പടം. പക്ഷേ അതിനൊരു 10 ഇരട്ടി കൊള്ളാവുന്ന പടമാണ് മോഹിനിയാട്ടം. നല്ലപോലെ ഡാർക്ക് ഹ്യൂമർ. സൈജു കുറുപ്പിൻ്റെ 150ാമത്തെ സിനിമയാണ്. ഞെട്ടിപ്പോയി അതിനകത്ത് എഴുതി കാണിച്ചു കണ്ടപ്പം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ്, കലാരഞ്ജിനി, ഒരു രക്ഷയില്ല. കലാരഞ്ജിനിയൊക്കെ, ജഗദീഷ്, എല്ലാവരും കൊടുത്തേക്കുന്ന, ബേബി ജീൻ, എല്ലാവരും കൊടുത്തേക്കുന്ന ക്യാരക്ടേഴ്സ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള സിനിമ. പക്ഷെ കളക്ഷൻ അങ്ങോട്ട് ഒരു കുതിക്കുന്നില്ല. നല്ല സിനിമയായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതിൻ്റെ കളക്ഷൻ ഡ്രോപ്പ് ആകുന്നത്? വാഴ 2 ഉള്ളതുകൊണ്ടായിരിക്കാം. എന്നാൽ പോലും ഈ അവധിക്കാലത്ത് ഇത് വിജയിക്കേണ്ട അല്ലെങ്കിൽ ഗംഭീര വിജയം നേടേണ്ട സിനിമയാണ്. 15 കോടിയാണ് കഴിഞ്ഞ ദിവസം വരെ നേടിയെന്നാണെന്ന് പറയുന്നത് വേൾഡ് വൈഡ്. അങ്ങനെ ഒരു 50 100 കോടി നേടേണ്ട ഒരു സിനിമയാണ്. മിനിമം ഒരു 75 കോടിയെങ്കിലും നേടേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുപോലെ നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 3ാമത്തെ ഭാഗം കുച്ചിപ്പൊടി എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത വർഷം റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അർഹിക്കുന്ന വിജയം നേടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതൊരു ഗംഭീര വിജയമാക്കണ്ടേ? മലയാളികൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ കാണണം. അത് OTT വന്നിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ വിജയിച്ചാലേ നല്ല നല്ല സിനിമകൾ, ഇനി ഇതുപോലുള്ള കൊച്ചു കൊച്ചു സിനിമകൾ അവർക്കും പ്രചോദനത്തുള്ളൂ. മലയാളികൾക്കായാലും പുത്തനായിട്ടുള്ള ഡയറക്ടേഴ്സിനായാലും എഴുത്തുകാർക്കായാലും ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ എഴുതാൻ തയ്യാറാകത്തുള്ളൂ. ഇങ്ങനെയുള്ള സിനിമകൾ വിജയിക്കണം. അന്നേരം ഒരു 75 100 കോടിയൊക്കെ കിട്ടി ഗംഭീര വിജയം ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.